ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവകരുണയുടെ ഞായർ. യേശുവിൻ്റെ ആഗമന ഉദ്ദേശം പൂർണ്ണമായി സ്ഥാപിതമാകുന്ന ദിനം എന്നുകൂടെ പറയാം. യേശുവിൻ്റെ മനുഷ്യാവതാരം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യമായിരുന്നു. അതിനാൽ തന്നെ ഈ ലോകത്തിലെ അവൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന കരുണയുടെ പ്രവൃത്തികളായിരുന്നു. അന്ത്യത്താഴവേളയിൽ അതിൻ്റെ മൂർത്തഭാവമായിട്ടാണ് ദിവ്യകാരുണ്യവും പൗരോഹിത്യവും സ്ഥാപിച്ചത്. തുടർന്ന് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് വൈകുന്നേരം കുമ്പസാരവും. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്നതും അതാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാരുടെ മുന്നിൽ യേശു വന്നു നിന്നപ്പോൾ അവരുടെ ഭയം ഇരട്ടിയായിട്ടുണ്ടാകും. കാരണം ഒന്ന് സങ്കല്പിച്ചാൽ, എല്ലാത്തിനുമുപരി അവർ ഉപേക്ഷിക്കുകയും നിഷേധിക്കുകയും കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്ത അവരുടെ ഗുരുവാണ് കൺമുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് യേശു അവരോട് ദേഷ്യപ്പെടുമോ എന്ന ഭയം അവരെ കൂടുതൽ പരിഭ്രാന്തരാക്കിയിട്ടുണ്ടാകും. എന്നാൽ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയത് എന്നോ എങ്ങനെ എന്നെ തള്ളിപ്പറയാൻ കഴിഞ്ഞുവെന്നോ അല്ല യേശു ചോദിക്കുന്നത്. പകരം കുറ്റപ്പെടുത്തലുകൾക്കും പ്രതികാരത്തിനും അപ്പുറം അവരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ഉച്ചരിക്കുന്ന ആദ്യത്തെ വാക്ക് സമാധാനം എന്നായിരുന്നു. നമ്മുടെ പരാജയങ്ങളുടെ ശിക്ഷാവിധിയെ ഭയന്ന് ജീവിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അനുരഞ്ജനത്തിൻ്റെ ജീവിതമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിന് മുൻകൈയെടുക്കുന്നതും അവിടുന്നാണ്. കാണാതെ പോയ ആടുകളുടെ പിന്നാലെ പോകുന്ന നല്ല ഇടയനെ പോലെ യേശു അവരെ അന്വേഷിച്ചു ചെല്ലുന്നു. ശിഷ്യന്മാർ തങ്ങളുടെ പ്രവൃത്തിയിൽ ലജ്ജിച്ച് ഭയപ്പെട്ട് ഒറ്റപ്പെട്ട് ദുഃഖിതരായി കഴിയുകയായിരുന്നു. തന്നെ ഒറ്റപ്പെടുത്തിയെങ്കിലും താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കാനാണ് യേശു വന്നത്. അതാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ കരുണ. ആ മാളിക മുറിയിലെ ശിഷ്യന്മാരെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അടഞ്ഞ വാതിലുകൾ ഉണ്ട്. ഒന്നാമതായി കുറ്റബോധത്തിൻ്റെ വാതിൽ. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ പേർന്ന മറക്കാൻ കഴിയാത്ത കഴിഞ്ഞകാല പാപങ്ങൾ, അല്ലെങ്കിൽ നമ്മെ വേട്ടയാടുന്ന കഴിഞ്ഞകാല തെറ്റുകൾ. രണ്ടാമതായി ഭയത്തിൻ്റെ വാതിൽ. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാതെ പരാജയത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ഭയം. മൂന്നാമതായി മുറിവേൽക്കപ്പെട്ട അവസ്ഥയുടെ വാതിൽ. എനിക്ക് ഇനി മറ്റൊരാൾക്ക് മുന്നിൽ ഹൃദയം തുറക്കാൻ കഴിയാത്ത തരത്തിൽ മറ്റുള്ളവരിൽ നിന്നേറ്റ വേദനകൾ, വഞ്ചനകൾ, വൈകാരികമായ മുറിപ്പാടുകൾ. നാലാമതായി ആത്മീയ അകലത്തിൻ്റെ വാതിൽ. പ്രാർത്ഥന നഷ്ടപ്പെടൽ, വിശ്വാസത്തിലെ വരൾച്ച, ഉദാസീനത, മടുപ്പ്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടച്ചിട്ട മുറികളിലേക്ക് കടന്ന് അവൻ്റെ സമാധാനവും സൗഖ്യദായകവുമായ അനുരഞ്ജനവും നമുക്കും കൊണ്ടുവരാൻ യേശു ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഒന്നാമത്തെ സദ്വാർത്ത. അതുകൊണ്ടാണ് പുനരുദ്ധാനത്തിന് ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് കുമ്പസാരം എന്ന കൂദാശയുടെ സ്ഥാപനമായിരുന്നു. ഇത് കുമ്പസാരത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് കൂടിയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ആഴ്ചയുടെ ആദ്യ ദിനം അന്ന് വൈകിട്ട്, അതായത് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്ന് വൈകിട്ട് അവൻ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് നിശ്വസിച്ചത് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനെ പൂഴിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അവൻ നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യേശു പുതിയ സൃഷ്ടികർമ്മം നടത്തുകയാണ്. ഉയർപ്പ് എന്നത് മരണത്തിന്മേലുള്ള വിജയം മാത്രമല്ല, അതൊരു പുതിയ സൃഷ്ടിയുടെ തുടക്കമാണ്. പാപത്താൽ മുറിവേറ്റ മനുഷ്യത്വം ഇപ്പോൾ കരുണയിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നു. ഈ നവസൃഷ്ടിയിൽ പ്രകടമാകേണ്ട ശക്തി പാപമോചനത്തിൻ്റെ ശക്തിയാണ്. സഭയുടെ അദൃശ്യമായ ശക്തിയാണത്. നോക്കുക, യേശു അവരുടെ മേൽ നിശ്വസിച്ചു എന്നാണ്. ശ്വാസം ഒരിക്കലും കാണാൻ കഴിയുന്ന ഒന്നല്ല, പക്ഷേ അത് ജീവൻ നൽകുന്നതാണ്. ദൈവകരുണയും അതുപോലെയാണ്. ശ്വാസത്തെ പോലെ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായി നിലനിർത്തുന്നു. അത് മരിച്ചു പോകുന്നതിനെ പുനരുജ്ജീവിപ്പിക്കുന്നു, തകർന്നു പോയതിനെ നവീകരിക്കുന്നു. ദൈവകരുണയില്ലെങ്കിൽ നമുക്ക് സത്യത്തിൽ ജീവനില്ല എന്ന് സാരം.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരെ ഓർമ്മിപ്പിക്കുന്നത്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നായിരുന്നു. അനുതാപം ജീവനിലേക്ക് നയിക്കുന്നതാണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളും വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശു സ്ഥാപിച്ച ദിവ്യകാരുണ്യം, കുമ്പസാരം, പൗരോഹിത്യം എന്നിവ ക്രിസ്തു തന്റെ രണ്ടാം വരവിന് മുമ്പ് നൽകിയ കരുണയുടെ കാലയളവിൽ ദൈവകരുണ നമ്മുടെ ഇടയിൽ സന്നിഹിതമാകുന്ന സജീവ രഹസ്യങ്ങളാണെന്ന് പറയാം. ഇവ വെവ്വേറെ നിൽക്കുന്ന സത്യങ്ങളല്ല, മറിച്ച് ഒരേ ഉറവിടത്തിൽ നിന്ന്, അതായത് ക്രിസ്തുവിന്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നവയാണ്. ആ ഹൃദയത്തിൽ നിന്നാണ് രക്തവും ജലവും നമ്മുടെ കൂദാശപരമായ ജീവിതവും പുറപ്പെട്ടത്. അതിൽ ഒന്നാമത് ദിവ്യകാരുണ്യം, സന്നിഹിതമാക്കപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാരുണ്യമാണത്. ദൈവകരുണയുടെ ഏറ്റവും ഉന്നതമായ കൂദാശയാണ് ദിവ്യകാരുണ്യം. കാരണം ഇത് വെറുമൊരു അടയാളമല്ല, നമുക്ക് വേണ്ടി നൽകപ്പെട്ട ക്രിസ്തു തന്നെയാണ്. തന്നെ തന്നെ സമർപ്പിക്കുന്ന കരുണ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കരുണ, നമ്മെ വീണ്ടെടുക്കുന്ന കരുണ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം കേവലം കൃപയല്ല സ്വീകരിക്കുന്നത്, കരുണാനിധിയായവനെ തന്നെയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, നീ എന്താണോ സ്വീകരിക്കുന്നത് അതായി മാറുക. അതുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നതിനർത്ഥം കരുണയുള്ളവരായി മാറുക, ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുക, ലോകത്തിലേക്ക് കരുണ എത്തിക്കുക എന്നിവയാണ്. ദിവ്യകാരുണ്യം എന്നത് ആത്മാവിലേക്ക് പ്രവേശിക്കുന്ന ദൈവ കരുണയാണ്. അത് ആത്മാവിനെ സുഖപ്പെടുത്തുകയും ദൈവികമാക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി കുമ്പസാരം. ദിവ്യകാരുണ്യം കരുണയെ ഭക്ഷണമായി നൽകുന്നുവെങ്കിൽ കുമ്പസാരം കരുണയെ സൗഖ്യമായി നൽകുന്നു. അത് സ്ഥാപിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ അധികാരം നൽകുകയാണ് ഇവിടെ. അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ചതിനെ കടത്തിവെട്ടി ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പാപമോചനം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന ഒന്ന് ക്രിസ്തുവിന് വിരുദ്ധമായ സുവിശേഷമാണ്. ഓരോ പാപമോചനവും ഒരു പുതിയ തുടക്കമാണ്. നഷ്ടപ്പെട്ടത് കണ്ടെത്തപ്പെടുന്നു, മരിച്ചത് ജീവനിലേക്ക് മടങ്ങി വരുന്നു. വിശുദ്ധ എഫ്രൈം പറയുന്നത് കുമ്പസാരം ഒരു രണ്ടാം മാമോദീസ പോലെയാണ് എന്നാണ്. കുമ്പസാരം എന്നത് അപമാനമല്ല, അത് കരുണയിലൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. മൂന്നാമതായി പൗരോഹിത്യം, ദൈവകൃപയുടെ ഉപകരണവും ശുശ്രൂഷകനും. ദിവ്യകാരുണ്യത്തിനും കുമ്പസാരത്തിനും ഇടയിൽ നിൽക്കുന്നത് പൗരോഹിത്യമാണ്. തന്റെ കരുണ കൂദാശകളിലൂടെ നൽകാൻ ക്രിസ്തു പൗരോഹിത്യം സ്ഥാപിച്ചു. യേശു തന്നെ പറഞ്ഞത് നോക്കുക, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈ ഭൂമിയിൽ ക്രിസ്തു എന്തൊക്കെ ചെയ്തോ അതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് പൗരോഹിത്യം. അതുകൊണ്ട് പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിർത്തപ്പെട്ടവനാണ്. പുരോഹിതൻ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബലിപീഠത്തിൽ അവൻ കരുണയർപ്പിക്കുന്നു. കുമ്പസാരക്കൂട്ടിൽ അവൻ കരുണ വിതരണം ചെയ്യുന്നു. ഇടയ പരിപാലനയിൽ അവൻ കരുണയുടെ രൂപമായി മാറുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു, പൗരോഹിത്യം എന്നത് ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് സത്യങ്ങളും ഐക്യപ്പെട്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ കരുണ ഭക്ഷണമാകുന്നു. കുമ്പസാരം എന്നുള്ള കൂദാശയിൽ കരുണ സൗഖ്യമായി മാറുന്നു. പൗരോഹിത്യത്തിൽ കരുണ മധ്യസ്ഥതയായി മാറുന്നു. ഇവയെല്ലാം ഒഴുകുന്നത് ക്രിസ്തുവിന്റെ കുരിശിൽ നിന്നും അവന്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ദാനത്തിൽ നിന്നുമാണ്. ദൈവകരുണയിൽ പൂർണ്ണമായി ജീവിക്കാൻ ദൈവകരുണയാണ് സ്വീകരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കുക. കുമ്പസാരത്തെ ഭയപ്പെടരുത്. അത് ലജ്ജിക്കാനുള്ള ഇടമല്ല, മറിച്ച് പുതുക്കപ്പെടാനുള്ള ഇടമാണ്. വിനയത്തോടും ആശ്വാസത്തോടും പതിവായി കുമ്പസാരിക്കുക. മൂന്നാമതായി വൈദികർക്കായി പ്രാർത്ഥിക്കുക. അവർ കരുണയുടെ ഉപകരണങ്ങളാണ്. അവരുടെ വിശ്വസ്തത സഭയെ താങ്ങി നിർത്തുന്നു. ദൈവകരുണ തേടുന്നവർ അതുകൊണ്ട് തന്നെ ആദ്യം മാനിക്കേണ്ടതും ഇവ മൂന്നും തന്നെയാണ്. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയത്, എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ
കടന്നു പോകേണ്ടി വരും എന്നാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശരീരം കരുണയായും പാപമോചനം കരുണയായും അങ്ങയുടെ പുരോഹിതരെ കരുണയുടെ യഥാർത്ഥ ശുശ്രൂഷകരായും ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ. അങ്ങനെ കൃപ സ്വീകരിക്കാൻ യോഗ്യരായവരും ലോകത്തിൽ അങ്ങയുടെ കരുണയുടെ സജീവ ഉപകരണങ്ങളുമായി ഞങ്ങളെ മാറ്റണമേ. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.